എൻ്റെ ഫേസിൽ ഞാൻ അധികം കെയർ ചെയ്യാത്തതും മേക്കപ്പ് ചെയ്യാത്തതായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഐബ്രോസ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം എനിക്ക് എൻ്റെ അത്രയും ഒരു വൃത്തികെട്ട പിരികമാണ്, ഒരു ഭംഗിയില്ലാത്തൊരു പിരികമാണ് എൻ്റെ. എത്ര ഐബ്രോസ് ഫില്ല് ചെയ്താലും മറ്റേ ദിഗംബരനോ അല്ലല്ല പിള്ളേച്ചനെ പോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ത്രെഡ് ചെയ്യാൻ പേടിയുള്ളവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ത്രെഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ കൂടി ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഇത് നല്ലോണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഈ മൂക്കിൻ്റെ രണ്ടറ്റത്തിൽ അവിടെ ഒരു സൈഡിലായിട്ടൊരു ചെറിയൊരു മാർക്ക് പോയില്ലേ, അവിടെ നിന്ന് മേളിലോട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മേളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക നമ്മുടെ മൂക്കിൻ്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് ഈ മൂക്കിൻ്റെ അറ്റത്തുനിന്ന് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയില്ലേ അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് നേരെ വരച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു ജസ്റ്റ് ഒരു നൂലിൽ കൺമഷിയോ അല്ലെങ്കിൽ ഐലൈനറോ വരച്ചിട്ട് ചെയ്താൽ മതി. ഐലൈനറിനേക്കാളും നല്ലത് കൺമഷിയാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ തെളിഞ്ഞിട്ടില്ലായിരുന്നു, അതാണ് ഞാൻ ഒന്നും കൂടെ വരച്ചത്. എന്നിട്ട് ഈ സെയിം ആ പോർഷൻ തന്നെ മൂക്കിൻ്റെ അറ്റത്തുനിന്ന് കണ്ണിൻ്റെ അറ്റത്തില്ലേ അവിടെ നിന്ന് വരച്ചു കൊടുക്കുക. സെയിം എല്ലാം ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഞാൻ 2 തവണ ത്രെഡ് ചെയ്തിട്ടുള്ളൂ. 2 പ്രാവശ്യം, അതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇനി ചെയ്താൽ മതി, കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടെന്ന്. കണ്ടിങ്ങനെ വരച്ചിട്ട് ആ പിരിയത്തിൻ്റെ അറ്റത്തുനിന്ന് ലാസ്റ്റ്, അതായത് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആ എൻഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ഞാൻ വരച്ചപ്പോൾ എനിക്ക് വളഞ്ഞു പോയി, പിന്നെ ഞാനത് കറക്റ്റ് ചെയ്തിട്ടാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ആ അറ്റത്ത് ആ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട്, ശരിക്കും വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്, വളഞ്ഞല്ല, നേരെ തന്നെ വരക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക കേട്ടോ. ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കാണുമ്പോൾ തന്നെ അറിയാം, ഇച്ചിരി വണ്ണം കൂടിപ്പോയി. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ ഞാനത് കറക്റ്റ് ചെയ്തു. കണ്ട, ഒരുമാതിരിയായിപ്പോയി. പിന്നെ കറക്റ്റ് ലെവൽ ചെയ്ത് ഇത് സെയിം പ്രോസസ് തന്നെ മേളിൽ. ഇത് ഏകദേശം ഒരു ഊഹം വെച്ച് നമുക്ക് വരക്കാം എന്നുള്ള കേട്ടോ. മേളിലെത്താം, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ആ ഒരു 2 വരയുടെ കറക്റ്റ് നേരെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ പിരിയം തുടങ്ങുന്ന വശമില്ലേ അവിടെ നിന്ന് നമ്മുടെ പിരിയത്തിനോട് തുടങ്ങുന്ന വശത്തുനിന്ന് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്താൽ വരയില്ലേ, അതിൻ്റെ ഇടയിൽ കൂടി ഇയാൾ വന്നിട്ട് എനിക്ക് പണി തരാം. നമ്മൾ സെൻഡ് ചെയ്ത് ഞാൻ എന്താ പറയുന്നത്, സെൻറ്ററിൽ ആ വരയില്ലേ അവിടെ നിന്ന് ആ വരക്കാം. അത് തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ലാസ്റ്റ് എൻഡിലേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ പറയുമ്പോൾ ഇച്ചിരി വലിയ വീഴാന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ 2 സൈഡിലേക്കും വരച്ചു കൊടുക്കാം. കണ്ട ഞാനാണ് ഇത് ചെയ്തെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ആ സെൻറ്ററിൽ ആ ഒരു ബോക്സ് പോലെ ഇല്ലേ, അതിന് മുന്നേ ഇങ്ങനെ ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്ററിൽ, കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വരയ്ക്കണം. എന്നിട്ട് ആ ബോക്സ് ഒരു ഇൻറ്റു പോലെ മാർക്ക് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട്
എന്തേനു എന്താ ചെയ്യണ? ആ മനസ്സിലായി. ആ എന്തെന്നാണ് നടുക്കില്ലേ, ആ നടുക്കുന്ന് ആ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റു പോലെ കിട്ടും. നമ്മുടെ ഈ പിരികത്തിൻ്റെ സെൻറ്ററിലെ വരയില്ലേ, അവിടെ നിന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു മാർക്ക് കിട്ടും. ആ പോയിന്റിലേക്കാണ് നമ്മൾ ആ നടുക്കത്തെ ബോക്സിലെ പോയിന്റിൽ നിന്ന് വരക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാൻ പറഞ്ഞു കൊളാക്കണില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. രീതി കണ്ടു. നമ്മുടെ പിരികം ഏകദേശം വരച്ച് കഴിഞ്ഞ് അതിന് കഴിഞ്ഞ് അത് ഞാൻ ഒന്നും കൂടെ ഡാർക്കാക്കിയതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ചേട്ടൻ എൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് നമുക്ക് ആ വരകളെല്ലാം അതിന് മുന്നേ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ. എന്തൊരാശ്വാസം. ഇനി നമുക്ക് ഈ വരകളെല്ലാം ഒന്ന് മായ്ച്ച് കളയാം. കംപ്ലീറ്റ് ആയിട്ട് ആ വരകളെല്ലാം നല്ലോണം മായ്ച്ച് കളയാം. അത് മായ്ച്ച് കളയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും കേട്ടോ. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ത്രെഡ് ചെയ്യാൻ പേടിയുള്ളവർ, അവർക്ക് എന്തായാലും യൂസ്ഫുള്ളാവുന്നൊരു വീഡിയോ ആണ്. എനിക്ക് എൻ്റെ പിരികം ഇഷ്ടമേ ഇല്ലായിരുന്നു, കാരണം പിരികം എഴുതി കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ലുക്ക്, അതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലോണം രണ്ട് സൈഡിലെയും ആ വര കാണാത്ത വിധം ഒന്ന് മായ്ച്ച് കളയാം. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വേദനയൊന്നും എടുക്കില്ല. നമ്മൾ പാർലറിൽ പോയി ത്രെഡ് ചെയ്ത് സമയം കളയേണ്ട ഒരാവശ്യമില്ല. ഇതെന്ത് എനിക്ക് നേരത്തെ തോന്നാഞ്ഞെന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. എനിക്കിപ്പോഴാണ് ഈ ബുദ്ധി തോന്നിയത്. എന്നാൽ ഈ വീഡിയോ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ ത്രെഡ് അല്ല, ഇതുപോലെ വരച്ചിട്ട് ഷേപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് വലിയ കാര്യമാക്കിയില്ല. അതിൻ്റെ ഇടയ്ക്ക് മുറിഞ്ഞതാണ്. ഞാൻ ഷേപ്പ് ചെയ്യാൻ നോക്കിയതാണ് ബ്ലേഡ് കൊണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞ്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ ഇത് നേരത്തെ വലിയ കാര്യമാക്കിയില്ല, കാരണം നമ്മൾ ചെയ്തൊന്നും ശരിയാവില്ല. പാർലറിൽ പോയി തന്നെ ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. ആ ധാരണേനെ പാടെ മറിച്ചുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക പ്രോസസ്സ് എനിക്കിഷ്ടപ്പെട്ടത്. ആ ഒരു തെറ്റിദ്ധാരണ എന്തായാലും മാറിക്കിട്ടി, പാർലറിൽ പോയാലേ ശരിയാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇത് നല്ലതാ. കണ്ട, ഇങ്ങനെ കിട്ടും നമുക്ക് എന്തൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ എന്നറിയും. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ എനിക്കൊരു എന്താ പറയുക ഫുൾ എല്ലാം കൂടെ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഫീൽ തോന്നും. ഈ ത്രെഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നും? എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ത്രെഡ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ ഉള്ളൊരു കോൺഫിഡൻസ് അത് വേറെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. അല്ല, മിക്ക ഗേൾസിനും അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ബോയ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഹെൽപ്പ് ചെയ്യും. ബോയ്സ് ചിലവരുണ്ടാവുമല്ലോ, ഒന്ന് ഷേപ്പ് വേണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവില്ല, അവർക്കും ഉപകാരപ്പെടും. ഞാൻ ബ്ലേഡ് കൊണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലേഡ് കൊണ്ട് ചെയ്യണ വേറൊന്നുമല്ല, എനിക്ക് പിരികം തീരെ കുറവാണ്. അപ്പോൾ ഒന്ന് കട്ടിക്ക് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ അരികത്ത് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല പക്കയായിട്ട് എല്ലാം ക്ലിയറായിട്ട് എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ എഫക്റ്റീവായതും
പിന്നെ നമ്മൾ പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലേഡാണ്. നിങ്ങൾക്ക് ബ്ലേഡ് പേടിയാണെന്നുള്ളവർ ഫേസിൽ ഉപയോഗിക്കണ ഇതില്ലേ, എന്താണ്, ഷേവിങ് സെറ്റാ എന്തോ പറയുമല്ല, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ പേടിയുള്ളത്. അല്ലാത്തവർ ബ്ലേഡ് ഉപയോഗിച്ചാൽ ഇച്ചിരി പിരിയൊക്കെ ഇല്ലാത്തവർക്ക് വളരാനായിട്ടും നല്ലതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വളരും ബ്ലേഡ് കൊണ്ട് ചെയ്താൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ വരയുള്ള സ്ഥലത്തല്ല കേട്ടോ, ആ വര കാണുന്ന ആ ഒരു ഇതുവരെ ഷേപ്പ് ചെയ്തെടുക്കുക. അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് കിട്ടിയൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം എൻ്റെ പിരി അത്ര വൃത്തികേടായിരുന്നു, ബോറായിരുന്നു, സത്യം പറയല്ല ബോറായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ പിരികം. ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ പിരികം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നും കൂടി ഓർക്കണേ കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ പിരികം മാത്രം ഞാൻ മൈൻഡ് ചെയ്യില്ല. അത് ത്രെഡ് ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും. ജസ്റ്റ് ഫില്ല് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം എനിക്കിഷ്ടമല്ലായിരുന്നു. ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ തന്നെ മറ്റേ പിള്ളേച്ചനെ ഭീഷമാതാവിലെ പിള്ളേച്ചനെ കണക്കിയിരിക്കും. അതുകൊണ്ട് ഞാൻ പിരികം മാത്രമൊന്നും ചെയ്യില്ല. ഒരിത്തിരി ആ ഒരറ്റത്ത് അറ്റത്ത് മാത്രമേ എനിക്ക് പിരികയില്ല. അവിടെ മാത്രം ജസ്റ്റ് ഒരു വരക്കെ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടെ ഞാൻ ചെയ്യാൻ പോകാറേ ഇല്ല. കാരണം ഒരു വരച്ചാൽ തന്നെ ഉണ്ടല്ലോ അത്രക്ക് ബോറായിരിക്കും. ബോറെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തൊടാറും കൂടി ഇല്ല. കണ്ണെഴുതും അത്രേ ഉള്ളൂ, ലിപ്സ്റ്റിക്ക് ഇടും. പിന്നെ എന്തെങ്കിലും ക്രീമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാരിപ്പൊത്തും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിരിയത്തിൽ ഞാൻ മൈൻഡേ ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലും ഞാൻ കൂടുതൽ വർക്കൊന്നും ചെയ്യാൻ പോണില്ല, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾക്ക് ആ പിരിയം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഇതിൽ ഭരിച്ചിട്ടുണ്ടെന്ന്. ഇതിൻ്റെ പരിശ്രമം ഇത്രത്തോളം എന്തെന്നാ പറയണ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വയ്യ. കറക്റ്റ് ആ ലൈൻ ഞാൻ ഷേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആ സെൻറ്റർ വരച്ചില്ലേ, സെൻറ്ററിലല്ല മൂക്കിൻ്റെ സൈഡിൽ നിന്ന് നേരെ വരച്ചില്ലേ, അതാണ് കേട്ടോ ഞാൻ ആ ഷേവ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കാരണം ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവണമെന്നില്ല. ചില കാര്യങ്ങൾ ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആരും എന്നെ ചീത്ത പറയരുത്, ശരിക്കും കേൾക്കുന്നില്ലെന്നും പറഞ്ഞ് മഴയായതുകൊണ്ടാണ്. നമ്മുടെ ഈ പിരികത്തിൽ വരച്ചേക്കണ ആ ലൈനില്ലേ, ആ വരയ്ക്ക് ഇപ്പുറത്തേക്ക് ഒരു ഐബ്രോസ് പോലും കാണാൻ പാടില്ല. എന്നാൽ അങ്ങനത്തെ വിധത്തിൽ വേണം നിങ്ങളതൊന്ന് ഷേവ് ചെയ്തെടുക്കാൻ. അപ്പോഴേ നമ്മുടെ മിഷൻ സക്സസ് ആവുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇവിടെ ഒരു സൈഡിൽ ഞാൻ ഇതുകൊണ്ടൊരു വര വരച്ചില്ലേ, കണ്ട, അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യാറില്ല. രണ്ട് സൈഡും അതുപോലെ തന്നെ. എൻ്റെ പിരികത്തിൻ്റെ ഇച്ചിരി മേലിലായിട്ട് അവിടെയൊന്നും പിരികയില്ല. അവിടെ വരച്ചാലാണ് ഗൈസ് എനിക്ക് വൃത്തികെട്ട മുഖം വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അതുപോലും ചെയ്യാറില്ല. ജസ്റ്റ് ആ പിരികത്തിനോടൊന്ന് മേലിൽ കയറ്റി ഇങ്ങനെ കുഞ്ഞി ചീപ്പില്ലേ, അതുകൊണ്ടൊന്ന് ഈരി വെക്കുക, അത്രേ ഉള്ളൂ. വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഉമ്മ. താങ്ക് യു സോ മച്ച്.